ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 17 അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്നുള്ള പാഠത്തിലെ പേജ് നമ്പർ 17 ആക്ടിവിറ്റി 4 ആക്ടിവിറ്റി 4 ഒന്ന് നോക്കാം. എന്താണ് ആക്ടിവിറ്റി 4 പറയുന്നത്? ദ ബോയ് വാസ് ത്രിൽഡ് അറ്റ് സീയിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. യു മേ ഓൾസോ ഹാവ് ദ സെയിം ഫീലിംഗ്. നറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. അതാണ് ആ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ആക്ടിവിറ്റി. ാണ് പേജ് നമ്പർ 17. ദ ബോയ് വാസ് ത്രിൽഡ് അറ്റ് സീയിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. കോബ്രയും മംഗൂസും തമ്മിലുള്ള ആ ഫൈറ്റ്, അവരുടെ യുദ്ധം കണ്ടപ്പോൾ കുട്ടി ഭയങ്കര ത്രില്ലായി. യു മേ ഓൾസോ ഹാവ് ദ സെയിം ഫീലിംഗ്. അത് നമ്മൾ കണ്ടതാണ്, അവർ തമ്മിലുള്ള യുദ്ധം കണ്ടതാണ്. നറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മുടെ സ്വന്തം ഭാഷയിൽ അത് ഒന്ന് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിവരിക്കുക? ഒന്നാമത്തെ ഒരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. കണ്ടില്ലേ? ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. ആ മരത്തിൻ്റെ പകുതി ഭാഗത്തായിട്ട് ഒരു പ്ലാറ്റ്ഫോമിലാണ് ആയിരിക്കുന്നത് കുട്ടി ഇരിക്കുന്നത്, അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നമ്മൾ എഴുതണം. എങ്ങനെ എഴുതാം? ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ when he looked down, they saw a huge black cobra gliding out. At the same time, a grey mongoose also came out from the bushes. In the bright sunshine beneath the tree, they stood face to face. The cobra hissed and went for the mongoose. It spread its hood and darted its forked tongue in and out. The mongoose, with its long thick hair and bushy tail, faced the snake. The cobra swayed slowly from side to side and tried to mesmerize the mongoose into making a false move. The clever mongoose fixed his gaze at a point below. The cobra's hood and opened an attack. The cobra's efforts to strike the mongoose were in vain. At last, the mongoose darted very swiftly and bit the snake on the back. The cobra was weakening. The mongoose walked fearlessly up to it, raised itself on its legs, and gave the snake a lightning stab. The snake suffered to coil round. The mongoose was of no use. The mongoose hung grimly on until the snake ceased to struggle. The mongoose at last dragged the dead cobra into the bushes. അതാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ഇനിയിപ്പോൾ അതിൻ്റെ മലയാളം പറഞ്ഞുതരാം. എന്താണ് മലയാളം? ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. കുട്ടി ആ മരത്തിൻ്റെ പകുതി ഭാഗത്തായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഏപ്രിൽ മാസമാണ്. അതിൻ്റെ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യമാണ്. When he looked down, he saw a huge black cobra gliding out. അവൻ താഴേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച എന്തായിരുന്നു? ഒരു കറുത്ത കോബ്ര പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. അറ്റ് ദ സെയിം ടൈം എ ഗ്രേ മംഗൂസ് ഓൾസോ കെയിം ഔട്ട് ഫ്രം ദ ബുഷസ്. അപ്പോഴാണ് ആ കുറ്റിച്ചെടിയുടെ ഇടയിൽ നിന്ന്, ആ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ആര് വരുന്നത്? ഒരു മംഗൂസ് പുറത്തേക്ക് വന്നത്. ഇൻ ദ ബ്രൈറ്റ് സൺഷൈൻ ബിനീത്ത് ദ ട്രീ ദേ സ്റ്റുഡ് ഫേസ് ടു ഫേസ്. ആ നല്ല വെളിച്ചത്തിൽ ആ മരത്തിൻ്റെ അടിഭാഗത്തായിട്ട് ആ രണ്ട് പേരും ഫേസ് ടു ഫേസ്, മുഖാമുഖം നോക്കി നിന്നു. ദ കോബ്ര ഹിസ്ഡ് ആൻഡ് വെൻ ഫോർ ദ മംഗൂസ്. കോബ്ര പത്തി വിടർത്തിക്കൊണ്ട് ആരുടെ അടുത്തേക്ക് പോയി? മംഗൂസിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇറ്റ് സ്പ്രെഡ്സ് ഇറ്റ്സ് ഹുഡ് ആൻഡ് ഡാറ്റഡ് ഇറ്റ്സ് ഫോക്ക് ടങ് ഇൻ ആൻഡ് ഔട്ട്. ഇറ്റ് സ്പ്രെഡ് ഇറ്റ്സ് ഹുഡ്, അതിനെ പത്തി അത് വിടർത്തി. ആൻഡ് ഡാറ്റഡ് ഇറ്റ്സ് ഫോക്ക്ഡ് ടങ് ഇൻ ആൻഡ് ഔട്ട്, അവൻ്റെ ഡാറ്റഡ് ടങ്, ആ രണ്ട് ഭാഗത്തേക്ക് വിരിഞ്ഞിരിക്കുന്ന ആ നാവ് എവിടത്തേക്ക് ഇട്ടു? പുറത്തേക്കും അകത്തേക്കും ഇട്ടു. ദ മംഗൂസ് വിത്ത് ഇറ്റ്സ് ലോങ് തിക്ക് ഹെയർ ആൻഡ് ബുഷി ടെയിൽ ഫേസ് ദ സ്നേക്ക്. സ്നേക്കിനെ മുഖാമുഖമായിട്ട് മംഗൂസ് എന്ത് ചെയ്തു? ഇറ്റ്സ് ലോങ് തിക്ക് ഹെയർ, അതിൻ്റെ രോമങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ചു. ആൻഡ് ബുഷി ടെയിൽ ഫേസ് ദ സ്നേക്ക്. എന്താണ്? രോമങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരെ തന്നെ നോക്കി നിന്നു? ആ മംഗൂസ് സ്നേക്കിനെ തന്നെ നോക്കി നിന്നു. ദ കോബ്ര swayed slowly from side to side and tried to mesmerize the mongoose into marking a false move. ദ കോബ്ര swayed slowly.
കോബ്ര വളരെ സാവധാനം സൈഡ് ടു സൈഡ് ആൻഡ് ട്രൈ ടു മെസ്മറൈസ്, അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, ആ മംഗൂസിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വളരെ സാവധാനം തൻ്റെ പത്തി ഇടത്തോട്ടും വലത്തോട്ടും അങ്ങനെ തിരിച്ചു. ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്, അത് പെട്ടെന്ന് മംഗൂസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ആര് ചെയ്തത്, പാമ്പ് അങ്ങനെ ചെയ്തത്. ദ ക്ലവർ മംഗൂസ് ഫിക്സഡ് ഹിസ് കേസ് അറ്റ് എ പോയിന്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്, പക്ഷേ ആ ബുദ്ധിമാനായ മംഗൂസ് കോബ്രയുടെ പത്തിയിലേക്കല്ല നോക്കിയിരുന്നത്, പത്തീൻ്റെ താഴെ നോക്കി നിന്നു. കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺഡ് ആൻ അറ്റാക്ക്, അതാണ് ഈ അറ്റാക്ക് ചെയ്യുന്ന അവിടത്തേക്ക് നോക്കി അവിടെ നിൽക്കുകയാണ്, കണ്ടല്ലേ. ദ ക്ലവർ മംഗൂസ് ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺഡ് ആൻ അറ്റാക്ക്. ദ കോബ്രാസ് എഫേർട്സ് ടു സ്ട്രൈക്ക് ദ മംഗൂസ് വെയർ ഇൻ വെയിൻ, കോബ്ര അറ്റാക്ക് ചെയ്തു, ആക്രമിച്ചു, പക്ഷേ എന്ത് പറ്റി? ദ കോബ്രാസ് എഫേർട്സ് ടു സ്ട്രൈക്ക് ദ മംഗൂസ് വെയർ ഇൻ വെയിൻ, ആദ്യത്തെ അറ്റാക്ക് എന്തായി? കോബ്രക്ക് നഷ്ടമായി. എങ്ങനെ? At last the mongoose darted very swiftly and bit the snake on the back. ആ യുദ്ധത്തിൻ്റെ അവസാനം മംഗൂസ് എന്ത് ചെയ്തു? ഡാറ്റഡ് വെരി സ്വിഫ്റ്റ്ലി, ഒരു കാറ്റിൻ്റെ വേഗതയിൽ ചലിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ബിറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, ആ സ്നേക്കിൻ്റെ പിൻഭാഗത്തേക്ക് കടിച്ചു. ദ കോബ്ര വാസ് വീക്കനിങ്, കോബ്ര ക്ഷീണിച്ചിരുന്നു. ദ മംഗൂസ് വാക്ക്ഡ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, മംഗൂസ് ഭയമില്ലാതെ ആരുടെ അടുത്തേക്ക് ചെന്നു? കോബ്രയുടെ അടുത്തേക്ക് ചെന്നു. It raised itself on its legs and gave the snake a lightning snap. ഇതാണ് ഇറ്റ് റേസ്ഡ്, അത് അതിൻ്റെ രണ്ട് കാലിലും അതിൻ്റെ എഫേർട്ട് കോയിൽ ഇറ്റ്സെൽഫ് ഓൺ ഇറ്റ്സ് ലെഗ്സ് ആൻഡ് ഗേവ് ദ സ്നേക്ക്, രണ്ട് കാലിലും അത് ഉയർന്നവിടെ ആ കോബ്രയുടെ മുമ്പിൽ അവിടെ നിന്നു. മംഗൂസ് വാസ് ഓഫ് നോ യൂസ്. ദ മംഗൂസ് ഹങ് ഗ്രിംലി, എന്നാണ്. ദ സ്നേക്സ് എഫേർട്ട് ടു കോയിൽ ഡൗൺ ദ മംഗൂസ് വാസ് നോ യൂസ്. സ്നേക്ക് എന്ത് ചെയ്തു? ആ മംഗൂസിനെ കോയിൽ ചെയ്തു, ആഞ്ഞ് മുറുക്കി, പക്ഷേ എന്താണ്? ഇൻ വെയിൻ, അത് നിഷ്ഫലമായിരുന്നു. കാരണം എന്താണ്? കോബ്ര വളരെയധികം ക്ഷീണിച്ചിരുന്നു. ദ മംഗൂസ് ഹങ് ഗ്രിംലി ഓൺ അണ്ടിൽ ദ സ്നേക്ക് സീസ് ടു സ്ട്രഗിൾ, മംഗൂസ് കോബ്രയെ കടിച്ച് ആ മംഗൂസ് ചുറ്റിപ്പിടിച്ച് മംഗൂസിൻ്റെ ഹങ് ഗ്രിംലി ഓൺ അണ്ടിൽ ദ സ്നേക്ക് സീസ് ടു സ്ട്രഗിൾ, ആ സ്ട്രഗിൾ ചെയ്യുന്നു, എന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അത് സാവധാനം അതിൻ്റെ ഇളക്കം നിശ്ചലമായി. ദ മംഗൂസ് അറ്റ് ലാസ്റ്റ് ഡ്രാഗ്ഡ് ദ ഡെഡ് കോബ്ര ഇൻ ടു ദ ബുഷസ്. ദ മംഗൂസ് അറ്റ് ലാസ്റ്റ് ഡ്രാഗ്ഡ് ദ ഡെഡ് കോബ്ര ഇൻ ടു ദ ബുഷസ്. അറ്റ് ലാസ്റ്റ് അവസാനമായി മംഗൂസ് ആ സ്നേക്കിനെ, ആ കോബ്രയെ കടിച്ചു വലിച്ച് എവിടത്തേക്ക് കൊണ്ടുപോയി? കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആദ്യം ഞാൻ പറഞ്ഞത് അതിന് ഇംഗ്ലീഷാണ്, രണ്ടാമത് ഞാൻ വിശദീകരിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ ഇന്ന് കൃത്യമായി കേട്ടതിന് ശേഷം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 5ലേക്ക് പോകാം. എന്താണ് ആക്ടിവിറ്റി 5? ആക്ടിവിറ്റി 5 എന്താ പറയുന്നത്? Yet amongst the wool were the 3 baby squirrels, all of them white. The boy could not stop wondering about the wild squirrels. If he scribbled down this unforgettable sight in his diary, how would it be? And amongst the wool were 3 baby squirrels. നമ്മുടെ കമ്പിളിയിൽ 3 എന്തിനാണ് കണ്ടത്? ബേബി സ്ക്വിറൽ, 3 അണ്ണാൻകുട്ടികളെ. ഓൾ ഓഫ് ദം വൈറ്റ്, 3 വെള്ളയാണ്. ദ ബോയ് കുഡ് നോട്ട് സ്റ്റോപ്പ് വണ്ടറിങ്, ഇത് കണ്ടിട്ട് കുട്ടിക്ക് അത്ഭുതം നിർത്താൻ കഴിഞ്ഞില്ല. അബൌട്ട് ദ വൈറ്റ് സ്ക്വിറൽ, വെള്ള അണ്ണാൻ ആദ്യമായിട്ട് കാണുകയാണ്, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അത്ഭുതം തോന്നി. ഇഫ് ഈ സ്ക്രിബിൾഡ് ഡൗൺ ദിസ് അൺഫോർഗറ്റബിൾ സൈറ്റ് ഇൻ ദിസ് ഡയറി, അന്ന് അവൻ്റെ ഡയറിയിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും കുട്ടി തൻ്റെ ഡയറിയിൽ എഴുതിയതെന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും കുട്ടി തൻ്റെ ഡയറിയിൽ എഴുതിയത്? ഹൗ വുഡ് ഇറ്റ് ബി? അതെങ്ങനെയായിരിക്കും അല്ലേ? ആക്ടിവിറ്റി 5 പറയുന്നതാണ്. നോക്കാം. നമ്മൾ ഡയറി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ പേപ്പറിൻ്റെ റൈറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ഇപ്പുറം ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസവും ഒരു ഡേറ്റും എഴുതുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്? അന്നത്തെ കാഴ്ച, കുട്ടി കണ്ട കാഴ്ച. എന്തായിരുന്നു കാഴ്ച? എ വണ്ടർഫുൾ ആൻഡ് അൺഫോർഗറ്റബിൾ സൈറ്റ്. വൺ ഓഫ് ദ സ്ക്വിറൽസ് ഇൻ മൈ ഓൾഡ് ബനിയൻ ട്രീ ഗേവ് ബർത്ത് ടു 3 വൈറ്റ് ബേബീസ് ടുഡേ. ഇതാണ് കുട്ടി തൻ്റെ ഡയറിയിൽ എഴുതിയത്. I was searching for my grandmother's lost knitting. In a hole on my tree, I found the knitting and wool amongst the wool. I saw 3 white baby squirrels. The squirrel had a friend. It was a white rat. I had seen them together very often. It is really an unforgettable sight. Grandfather told me that the white rat must be the father because rats and squirrels were
റിലേറ്റഡ് ടു ഈച്ച് അതർ. നൺ അറ്റ് ഹോം ഹാഡ് എവർ സീൻ വൈറ്റ് സ്ക്യൂറൽ. അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മലയാളം കൂടി പറഞ്ഞുതരാം. എ വണ്ടർഫുൾ ആൻഡ് അൺഫോർഗറ്റബിൾ സൈറ്റ്. മറക്കാൻ പറ്റാത്ത അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. വൺ ഓഫ് ദ സ്ക്യൂറൽസ് ഇൻ മൈ ഓൾഡ് ബനിയൻ ട്രീ ഗേവ് ബർത്ത് ടു 3 വൈറ്റ് ബേബീസ് ടുഡേ. 3 കുട്ടികളെ എൻ്റെ മരത്തിൻ്റെ മുകളിൽ ഇന്ന് ഒരു അണ്ണാൻ 3 കുട്ടികൾക്ക് എന്ത് കൊടുത്തിരിക്കുന്നു? ജന്മം കൊടുത്തിരിക്കുന്നു. ലൈക്ക് 3 വൈറ്റ് ബേബീസ് ടുഡേ. ഐ വാസ് സെർച്ചിങ് ഫോർ മൈ ഗ്രാൻഡ് മദേഴ്സ് ലോസ്റ്റ് നിറ്റിംഗ്. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറുടെ നഷ്ടപ്പെട്ട തുണികൾ നോക്കി നടക്കുമ്പോഴാണ് അത് ഞാൻ കണ്ടത്. എന്നെ ഹോൾ ഓൺ മൈ ട്രീ, മരത്തിൻ്റെ ഉള്ളിലൊരു ദ്വാരത്തിലാണ് ഇതിനെ കണ്ടത്. ഐ ഫൗണ്ട് ദ നിറ്റിംഗ് ആൻഡ് വൂൾ. ആ തുന്നിയുടെ ബാക്കി തുണികളും അതുപോലെ തന്നെ വൂളും അതേപോലെ തന്നെ കമ്പിളിയും ഞാൻ കണ്ടു. എമംഗ്സ്റ്റ് ദ വൂൾ ഐ സോ 3 വൈറ്റ് ബേബി സ്ക്യൂറൽസ്. ആ കമ്പിളിയിൽ 3 വെള്ള സ്ക്യൂറൽസ് അണ്ണാന്മാർ. ദ സ്ക്യൂറൽ ഹാഡ് എ ഫ്രണ്ട്. ആ സ്ക്യൂറലിന് ആരുണ്ടായിരുന്നു? ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വൈറ്റ് റാറ്റ്. അതാരായിരുന്നു? ഒരു വെള്ള എലിയായിരുന്നു. ഐ ഹാഡ് സീൻ ദം ടുഗദർ വെരി ഓഫൺ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആരെ കാണാറുണ്ട്? 2 പേരെയും കാണാറുണ്ട്. ഇറ്റ് ഈസ് റിയലി ആൻ അൺഫോർഗറ്റബിൾ സൈറ്റ്. മറക്കാൻ പറ്റുന്നൊരു കാഴ്ചയാണിത്. ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ വൈറ്റ് റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു ആ വൈറ്റ് റാറ്റ് ഒരു പക്ഷേ അതിൻ്റെ മസ്റ്റ് ബി, തീർച്ചയായും അതാരായിരിക്കും? അതിൻ്റെ ഈ അണ്ണന്മാരുടെ അച്ഛനായിരിക്കാം. ബിക്കോസ് റാറ്റ്സ് ആൻഡ് സ്ക്യൂറൽസ് വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ. 2 പേരും സ്ക്യൂറലും അതുപോലെ തന്നെ റാറ്റും തമ്മിൽ ബന്ധമുള്ള ആളുകളാണ്. നൺ അറ്റ് ഹോം ഹാഡ് എവർ സീൻ വൈറ്റ് സ്ക്യൂറൽസ്. വീട്ടിലുള്ള ആരും ഇതുവരെ ആരും കണ്ടിട്ടില്ല, വൈറ്റ് സ്ക്യൂറലിനെ കണ്ടിട്ടില്ല. ഇതാണ് ആക്ടിവിറ്റി 5. ആദ്യം ഞാൻ അതിന് ഇംഗ്ലീഷ് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും പറഞ്ഞു. ശ്രദ്ധിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ആക്ടിവിറ്റി 6 ഒന്ന് നോക്കാം. അല്ലേ? ആക്ടിവിറ്റി 6 എന്താ പറയുന്നത്? അത് ചിത്രമാണ് കൂടുതൽ. എന്താണ് ചിത്രത്തിൽ പറയുന്നത്? ആ ചിത്രം ഒന്ന് നോക്കൂ. ആക്ടിവിറ്റി 6 ചിത്രങ്ങൾ നോക്കൂ. നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റൊക്കെയാണ് ആക്ടിവിറ്റി 6 അല്ലേ? ആ ചോദ്യം നോക്കുകയാണ്. എന്താണ് ആക്ടിവിറ്റി 6 ചോദ്യം? ഈ സീനൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെപ്പറ്റി ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ദ സിൽഹുഡ്സ് ഓഫ് സം സീൻസ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഹിയർ. ഐഡൻറ്റിഫൈ ദ സീൻസ് ആൻഡ് ഗിവ് ക്യൂട്ട് ലൈൻസ്. അതിന് കുറച്ച് വരികൾ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ചിത്രവും നോക്കിയിട്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്നാമത്തെ ചിത്രത്തിൽ അതിൻ്റെ എഴുതിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ദ സ്മോൾ സ്ക്യൂറൽസ് ബിക്കേം ഫ്രണ്ട്ലി ആൻഡ് ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ആ സ്മോൾ സ്ക്യൂറൽ ആരായി മാറി? അവൻ്റെ ഫ്രണ്ടായി മാറി. അത് മാത്രമല്ല, എത്രത്തോളം പരിചയമുണ്ട്, അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാൻ വരെ അതിന് എന്തുണ്ടായി? ചങ്ങാത്തമുണ്ടായി. ഇനി രണ്ടാമത്തെ നോക്കാം. അവൻ അതിൻ്റെ മരത്തിൻ്റെ ബ്രാഞ്ചിൽ അതിൻ്റെ നടുവിലായിട്ടൊക്കെ കിടക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ എഴുതുക? വൺ ആഫ്റ്റർനൂൺ ഹി വാസ് റീഡിങ് എ ബുക്ക് സിറ്റിംഗ് ഓൺ ഹിസ് പ്ലാറ്റ്ഫോം ഓൺ ദ ബനിയൻ ട്രീ. അല്ലേ? അതാണ് വൺ ആഫ്റ്റർനൂൺ. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഹി വാസ് റീഡിങ് എ ബുക്ക്. അവൻ ബുക്ക് വായിക്കുകയായിരുന്നു. സിറ്റിംഗ് ഓൺ ഹിസ് പ്ലാറ്റ്ഫോം ഓൺ ദ ബനിയൻ ട്രീ. ആ ബനിയൻ ട്രീയുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പുസ്തകം വായിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും? വൺ ആഫ്റ്റർനൂൺ ഹി വാസ് റീഡിങ് എ ബുക്ക് സിറ്റിംഗ് ഓൺ ഹിസ് പ്ലാറ്റ്ഫോം ഓൺ ദ ബനിയൻ ട്രീ. ഇനി രണ്ടാമത്തെ നോക്കാം. ഇതാണ് ദ മൈന ആൻഡ് ദ ക്രോ വെയർ ട്രൈങ് ടു ഹേൾ. മൈന് അതേപോലെ തന്നെ ക്രോവും അവർ തമ്മിൽ പറന്ന് അടുത്തേക്ക് വരികയാണ്. ഹേൾ ദംസെൽഫ് അറ്റ് ദ സ്നേക്ക്. 2 പേരും പറന്ന് ആരുടെ അടുത്തേക്ക് വരികയാണ്? നമ്മുടെ കോബ്രയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ നമ്മളെങ്ങനെ എഴുതുക? ദ മൈന ആൻഡ് ദ ക്രോ വെയർ ട്രൈങ് ടു ഹേൾ ദംസെൽഫ് അറ്റ് ദ സ്നേക്ക്. ഇനി അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രം നമുക്കറിയാം, മംഗൂസ് അവനെ വലിച്ചുകൊണ്ടുമാണ് കോബ്ര അല്ലേ? എങ്ങനെ പറയുന്നത്? നമ്മളെങ്ങനെ പറയും? ദ മംഗൂസ് ഡ്രാഗ്ഡ് ദ കോബ്ര ഇൻ ടു ദ ബുഷസ്. ദ മംഗൂസ് ഡ്രാഗ്ഡ് ദ കോബ്ര ഇൻ ടു ദ ബുഷസ്. മംഗൂസ് അതിനെ എവിടുത്തെ കുറ്റിച്ചെടികളിലേക്ക് വലിച്ചു കൊണ്ടുപോകുകയാണ്. ഡ്രാഗ്ഡ്. അടുത്തതാണ് അവസാനത്തെ ചിത്രം നോക്ക്. ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ ഗ്രേ സ്ക്യൂറൽ സൂൺ ബിക്കേം ഫ്രണ്ട്സ്. അല്ല, അവർ ഫ്രണ്ടായി. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ദ വൈറ്റ് റാറ്റ് ആ വെള്ളെലിയും ആൻഡ് ദ ഗ്രേ സ്ക്യൂറൽ ആ ഗ്രേ സ്ക്യൂറലും സൂൺ ബിക്കേം ഫ്രണ്ട്സ്. അവരെന്തായി? പെട്ടെന്ന് ചങ്ങാതികളായി മാറി. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റിൽ നോക്കുകയാണ്. എന്താണ് നോക്കുന്നത്? ദ ബോയ് വാച്ച്ഡ് ദ 3 വൈറ്റ് ബേബി സ്ക്യൂറൽ. ആ കുട്ടി 3 ആ വെള്ള അണ്ണാന്മാരെ നോക്കിയിരിക്കുകയാണ്. ഹി കുഡ് നോട്ട് സ്റ്റോപ്പ് വണ്ടറിങ്. അവന് അത്ഭുതം നിർത്താൻ പറ്റുന്നില്ല. അബൌട്ട് ദ സൈറ്റ്, ആ കാഴ്ച കണ്ടിട്ട്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? എങ്ങനെ എഴുതുക?
The boy watched the 3 white baby squirrels. He could not stop wondering about the girl. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ കുട്ടികളും ഈ ചിത്രം നോക്കി അതിൻ്റെ ഓരോന്നായിട്ട് എഴുതണം. അതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റി നമ്മൾ അടുത്ത ദിവസം യൂട്യൂബിലുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കണ്ട് കേട്ടതിന് ശേഷം എല്ലാം നോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം കൃത്യമായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, മറ്റു ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം, ആക്ടിവിറ്റീസ് അടിച്ചു നോക്കിയാൽ കാണാം. ഓക്കെ, താങ്ക് യു.